ഫ്രണ്ട്സ്, നമുക്കിന്നിവിടെ ഒരു വാഴക്കൂമ്പ് തോരൻ ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു വാഴക്കൂമ്പിൻ്റെ എടുത്ത് നല്ലതുപോലെ കൊത്തി അരിഞ്ഞ് അതിന് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കണം. അതിനുശേഷം നല്ലതുപോലെ കഴുകി എടുത്ത് അതിനെ അടപ്പൊട്ടയ്ക്കകത്ത് ഊറ്റി വെച്ചിട്ട് ഒരു സവാള കൊത്തി അരിഞ്ഞത്, ഒരു പച്ചമുളക്, ഇതിനെ നമുക്ക് എണ്ണയിലോട്ട് വഴറ്റാം. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്കതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കടുകിട്ട് നമുക്കിതിലോട്ട് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിന് നമുക്ക് അടച്ചു വയ്ക്കാം. വെള്ളം ഒഴിക്കേണ്ട. ഇത് വേകുന്ന ടൈമിൽ നമുക്കിനി അരപ്പരയ്ക്കാം. അതിനുവേണ്ടി കുറച്ച് തേങ്ങ, 2 വറ്റൽമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, ഒരു അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് നമുക്ക് ഇതിന് ഇളക്കി കൊടുക്കാം. ഇതിൽ ആവിയിലിരുന്ന് വേകണം. ഇതിൽ തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇട്ട് അത് ഇറങ്ങും. ഇനി കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും അടച്ച് വെച്ച് വേവിക്കാം. നമുക്കിതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. കുറഞ്ഞ തീയിലായിരിക്കണം വേവിക്കേണ്ടത്. ഇതിനെ ഒന്ന് ഇളക്കി ഒരു 10 മിനിറ്റ് വീണ്ടും നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം, കുറഞ്ഞ തീയിൽ. നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. നമ്മുടെ വാഴക്കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട. പിന്നെ ഇത് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കാൻ പറയുന്നത് ഇതിൻ്റെ ഒരു കയർപ്പുണ്ട്. ആ കയർപ്പ് നിശേഷം മാറാൻ വേണ്ടിയാണ്. നല്ല കിടിലൻ വാഴക്കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും തന്ന് എന്നെ ഒന്ന് ഫോളോ ചെയ്യണേ.